ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 58. പത്രോസിൻ്റെ വീട്ടിൽ വെച്ച് തളർവാദക്കാരനെ സുഖപ്പെടുത്തുന്നു. പത്രോസും ആൻഡ്രൂസും വള്ളത്തിരു ചാരി നിന്ന് വലയുടെ ചരടുകൾക്ക് കുടുക്കിടുകയും അവയിൽ പൊങ്ങുതടി പിടിപ്പിക്കുകയുമാണ്. അവരുടെ സ്വരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മീൻ വേണ്ടത്ര കിട്ടിയില്ല എന്നാണ്. പണി കൊണ്ട് മെച്ചമുണ്ടായിരുന്നില്ല എന്നതല്ല പത്രോസിനെ വിഷമിപ്പിക്കുന്നത്. നമ്മൾ ഈ ജനത്തിന് എങ്ങനെ ആഹാരം കൊടുക്കും? ഒരു നല്ല വീശ കിട്ടിയിരുന്നെങ്കിൽ ചെറിയ മീനെല്ലാം കറി വെച്ച് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. ഗുരു അടുത്ത സാബത്ത് ദിവസം വരെ തിരിച്ചെത്തുകയില്ല. ഗുരു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ ഇവിടെ ഉണ്ട്. മണലിൽ കൂടി ശബ്ദമുണ്ടാക്കാതെ നടന്നു വന്ന ഈശോ പറഞ്ഞു. പത്രോസും ആൻഡ്രുവും ഞെട്ടുന്നു. ഗുരു അങ്ങാണോ? അവർ കൂട്ടുകാരെ വിളിക്കുന്നു. ജെയിംസും ജോണും ഓടിയെത്തി. നിങ്ങൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? ഇവിടെ കുറേ പാവങ്ങളും രോഗികളുമുണ്ട്. അവർ അങ്ങേ കാത്തിരിക്കുന്നു. ഇവിടെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന ഷെഡുണ്ടല്ലോ. രോഗികൾ അതിനകത്തുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. ശിമയോനെ, ഞാൻ നിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. രോഗികളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. തേനീച്ചക്കൂട്ടിൽ നിന്ന് പൂക്കൾ തേടി പോകുന്ന ഈച്ചകളെ പോലെ കുട്ടികൾ ഈശോ വന്ന വിവരം കഫർനാം മുഴുവനും അറിയിക്കാൻ ഓടിക്കഴിഞ്ഞു. വീടിൻ്റെ പിൻവശത്തുള്ള മുറിയിൽ ആളുകൾ തിങ്ങിക്കൂടുന്നു. കുട്ടികൾ ഈശോയുടെ അടുത്ത് വന്നു. അവരിൽ ഒരുത്തൻ ഒരു ചുണക്കുട്ടിയാണ്. അവൻ പറഞ്ഞു, ഈശോ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങേക്കറിയാം. ഈശോ പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. മുൻപിലത്തെ നിരയിൽ സ്ഥലത്തെ 5 പ്രമാണിമാർ ഇരിപ്പുണ്ട്. അവരുടെ വേഷത്തിൽ നിന്ന് അവർ പ്രീശന്മാരും നിയമജ്ഞന്മാരുമാണെന്ന് മനസ്സിലാകുന്നു. ഈശോ സംസാരിച്ചു തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ടവൻ തോട്ടത്തിലേക്ക് പോയി. സൗരഭ്യമുള്ള പുഷ്പങ്ങൾ വളരുന്ന തോട്ടം. ആടുകളെ മേയ്ക്കാനും ലില്ലിപ്പൂക്കൾ പറിക്കുവാനും അവൻ പോയി. ദാവീദിൻ്റെ പുത്രനായ സോളമൻ്റെ വാക്കുകളാണിത്. ഞാനും ദാവീദിൻ്റെ കുടുംബത്തിൽ പിറന്നവനാണ്. ഇസ്രായേലിൻ്റെ രക്ഷകനായ മിശിഹായാണ് ഞാൻ. പിതാവിൻ്റെ പ്രിയപ്പെട്ടവന് ഈ ലോകത്ത് ഒരു തോട്ടമുണ്ട്. ധനമോഹം കൊടികുത്തി വാഴുന്ന ഈ ലോകത്തിൽ പോലും എനിക്കൊരു തോട്ടമുണ്ട്. ധനമോഹവും അഹങ്കാരവും പങ്കിലമാക്കാത്ത പൂക്കൾ. ഇങ്ങനെ പറയുമ്പോൾ ഈശോനാഥൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ തലയിൽ തലോടുന്നു. ഇതാ എൻ്റെ ലില്ലിപ്പൂക്കൾ. സോളമൻ വലിയ ധനവാനായിരുന്നിട്ട് കൂടി താഴ്വരയിൽ വിടർന്ന് സൗരഭ്യം പരത്തുന്ന ലില്ലിപ്പൂക്കൾക്ക് ഉള്ളതിനേക്കാൾ മനോഹരമായ ഉടുപ്പ് സോളമനുണ്ടായിരുന്നില്ല. ലില്ലിപ്പൂവിനേക്കാൾ സുന്ദരമായ ഒരു ശിരോവസ്ത്രം രാജാവിനുണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഏതൊരു ലില്ലിയേക്കാളും സ്നേഹം ഈ കുഞ്ഞുങ്ങളോടാണ്. ഇസ്രായേൽ ജനങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് എന്നെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനുമാണ്. എൻ്റേതാകുന്നതിന് ഒന്നാമതായി നിങ്ങൾക്ക് വേണ്ടത് കുഞ്ഞുങ്ങളെ പോലുള്ള മനസ്സാണ്. കുഞ്ഞുങ്ങളെ കാണുന്നത് ഒരു സന്തോഷമല്ലേ, ആശ്വാസമല്ലേ? മാതാപിതാക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു ചരടല്ലേ അവർ? അവരുടെ മുഖങ്ങൾ ദുഃഖത്തിൻ്റെ കാർമേഘങ്ങളെ ചിതറിക്കുകയും അവരുടെ തലോടൽ നിങ്ങളുടെ കണ്ണീർ തുടച്ചു മാറ്റുകയും ചെയ്യും. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കഴിവെല്ലാം ലഭിച്ചതെങ്ങനെ? ദൈവം അവരിൽ വസിക്കുന്നു. അവരുടെ ബലവും അറിവും ദൈവത്തിൽ നിന്നാണ്. അവർക്ക് മറ്റുള്ളവരെ വേണം. നിങ്ങളും അവരെ പോലെ ആകുവിൻ. സരളതയും പരിശുദ്ധിയും സ്നേഹവും ആത്മാർത്ഥതയും വിശ്വസ്തതയും വച്ചു പുലർത്തുന്നവരാകുവിൻ. ഈശോ പ്രസംഗം അവസാനിപ്പിച്ചു. ഗുരു, രോഗികൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ശക്തിയുള്ളവർ അങ്ങ് പുറത്ത് കാത്തു നിൽക്കും. ഒരു മനുഷ്യന് തീരെ ശേഷിയില്ല. ഞങ്ങൾക്ക് അടുത്തേക്ക് വരാൻ നിവൃത്തിയില്ല. പത്രോസ് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു. അയാളെ മേൽക്കൂര പൊളിച്ച് മെല്ലെ താഴെ ഇറക്കുവിൻ. തലയും കൂടയും മറ്റും സൂക്ഷിക്കുന്ന ഒരു വലിയ മുറി വീടിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൂടാ. അതിൻ്റെ മുകൾ ഭാഗം ശിഖരങ്ങൾ നിരത്തി കല്ലുകൾ പാകിയതാണ്. അവർ ഈ മേൽക്കൂരയിൽ കല്ലുകൾ മാറ്റി ഒരു ദ്വാരമുണ്ടാക്കി കയർ കെട്ടി രോഗി കിടന്ന കിടക്ക താഴോട്ടിറക്കി. യേശുവിൻ്റെ മുമ്പിലാണ് വന്നിറങ്ങുന്നത്. നിനക്കും നിന്നെ കൊണ്ടുവന്നവർക്കും നല്ല വിശ്വാസമുണ്ട്. പ്രഭോ, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? മകനെ, ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. പ്രീശന്മാരും പുരോഹിതന്മാരും എന്തോ പരസ്പരം പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതെന്തെന്ന് എനിക്കറിയാം. ഈ തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നതാണോ എളുപ്പം? നിങ്ങൾ വിചാരിക്കുന്നത് ദൈവത്തിന് മാത്രമേ പാപങ്ങൾ പൊറുക്കാൻ കഴിയൂ എന്നാണ്. അയാൾ ഏറെ പണം ചെലവാക്കി. രോഗം ഭേദമായില്ല. ദൈവത്തിന് മാത്രമേ അയാളെ സുഖപ്പെടുത്താനാകൂ.
മനുഷ്യപുത്രന് ആത്മാവിലും ശരീരത്തിലും സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുണ്ട്. ഞാൻ ഈ മനുഷ്യനോട് പറയുന്നു, എഴുന്നേൽക്കുക, നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് നടക്കുക, പരിശുദ്ധമായ ജീവിതം നയിക്കുക. അയാൾ ആകെയൊന്ന് നിവർന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അടുത്ത നിമിഷം ഈശോയുടെ പാദത്തിങ്കൽ വീണ് ചുംബിക്കാനും തലോടാനും തുടങ്ങി. ആശ്ചര്യഭരിതരായ അയാളുടെ ബന്ധുക്കളും അതുപോലെ ചെയ്തു. ജനക്കൂട്ടം ഇരുവശത്തേക്കും ഒതുങ്ങി നീങ്ങി. ഒരു ജൈത്രയാത്ര നയിക്കുന്നവനെ പോലെ അയാൾ മുന്നോട്ട് നടന്നു നീങ്ങി. ജനക്കൂട്ടം സന്തോഷം കൊണ്ട് ആർപ്പ് വിളിച്ചു. ഈശോയുടെ പ്രവൃത്തി തീരെ രസിക്കാത്ത മാന്യന്മാർ രോഷം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സ്ഥലം വിട്ടുപോയി. കൈക്കുഞ്ഞുമായി വന്ന ഒരമ്മ പട്ടിണി കൊണ്ട് എല്ലും തോലുമായ തൻ്റെ കുഞ്ഞിനെ മുൻപിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഈശോയെ, അങ്ങേക്ക് കുട്ടികളെ ഇഷ്ടമാണ്. അങ്ങേക്ക് കുട്ടികളോടുള്ള സ്നേഹമോർത്തും അങ്ങയുടെ അമ്മയെ ഓർത്തും. വാചകം പൂർത്തിയാക്കാനാവാതെ ആ സ്ത്രീ കരഞ്ഞു. മരണാസന്നനായ ആ കുഞ്ഞിനെ ഈശോ കയ്യിലെടുത്ത് മാറോട് ചേർത്ത് അതിൻ്റെ മെലിഞ്ഞ് കറുത്ത ചുണ്ടിലും കണ്ണുകളിലും ഒരു നിമിഷം ചുംബിച്ചു. ഈശോ മുഖമെടുത്തപ്പോൾ ശിശുവിൻ്റെ മുഖം ജീവചൈതന്യമുള്ളതായി. അവൻ പുഞ്ചിരിച്ചു. കണ്ണു തുറന്ന് ജിജ്ഞാസയോടെ ചുറ്റും നോക്കി. എൻ്റെ മകനെ, അമ്മ സന്തോഷം കൊണ്ട് വിളിച്ചു. തുടർന്ന് പനി പിടിച്ച ഒരു രോഗിയുടെ അടുത്തേക്ക് പോയി. നീയും നല്ലവനായിരിക്കൂ. നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിന്റെ ആരോഗ്യം പ്രയോജനപ്പെടുത്തുക. ഈശോ അവനെ തലോടിയിട്ട് പുറത്തേക്കിറങ്ങി. ഈശോ തടാകത്തിൻ്റെ കരയിലേക്കാണ് പോയത്. മുന്നിലും പിന്നിലും വലിയ ജനക്കൂട്ടം. ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ല, ഞങ്ങളോടും അങ്ങ് സംസാരിക്കണം. ഈശോ സമ്മതിച്ചു. പത്രോസിൻ്റെ വള്ളത്തിൽ കയറി വള്ളം കായലിലേക്ക് കുറച്ച് നീക്കി നിർത്തു. ഈശോ പറഞ്ഞു. അവിടുന്ന് ജനങ്ങളോട് സംസാരിച്ചു.